ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഒരുപാട് നമ്മൾ ബാക്കിലായിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന്. ഇപ്പോൾ നമ്മളിപ്പം പോണേന്ന് പറഞ്ഞാൽ ഇടത്തോയ്ക്കാണ്. രാവിലെ പോകണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ നല്ലവണ്ണം ഉറങ്ങി നല്ല റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ച്. നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നെങ്കിൽ വണ്ടി ഓടിച്ച് ചെറിയ പണി കിട്ടി. അത് പിന്നെ വഴി പറയാം. കാരണം നമ്മൾ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ ട്രിപ്പിന് ആദ്യം വേണ്ടത് ഫ്യൂവൽ. അപ്പം ഇവിടെ റിലയൻസ് ബാലരാമപുരത്തെ പമ്പിൽ ₹1 കുറവാണ്. നമുക്ക് അവിടെ കയറി തന്നെ 450 രൂപയ്ക്ക് അങ്ങ് അടിച്ചേക്കാം. അപ്പോൾ ഓക്കെ, പെട്രോൾ അടിക്കാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേച്ചി വിളിക്കുകയാണ്. 400 രൂപയ്ക്ക് അടിക്കാം, ബാക്കി പിന്നെ അടിക്കാം. 400. ചേച്ചി ചിരിക്കണ എന്ത്? വീഡിയോ എടുക്കേ ഇതല്ല ട്രിപ്പ് പോണ വീഡിയോ എടുക്കേ. ഓ അത് റെക്കോർഡിങ് തന്നെ. ഓക്കെ, അടുത്ത് നമുക്കിനി വെടി വെച്ച് അങ്ങോട്ടൊരു കാണിക്കുകയും കൂടെ ഇട്ടിട്ട് നേരെ വച്ച് പിടിയാണ്. ഒറ്റ ഓട്ടിപ്പാണ് നമുക്ക് നേരെ ഇടത്തുക. കുറേ ദിവസം ഓടിക്കാതിരുന്നതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. വണ്ടിക്ക് വരിക്കും. വണ്ടി എടുക്കാതിരുന്നുണ്ട് വലയൊക്കെ അടിച്ച് ഗൈസ്. അപ്പം നമ്മൾ നേരെ വച്ച് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടത്തുക. ഇടത്തോയ്ക്കാണ്. ഇടത്തുക സീസൺ തീരാറായി. 14-ാം തീയതി ആകുമ്പോൾ എന്തോ തീരെ ഉത്സവം അടുത്ത്. നേരത്തെ പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിനത് വാച്ചപ്പ് ചെയ്യുകയാണ്. നല്ല വെയിലായി തുടങ്ങി. കുഴപ്പമില്ല, നമ്മൾ സമയമുണ്ട്. നമുക്ക് വൈകിട്ട് വരെ സമയമുണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല കാറ്റ്, വിൻഡ് ബ്ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടത്തോ ട്രിപ്പ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു 150 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന്. അതൊക്കെ നിസ്സാരം. നമുക്ക് ഇതിൻ്റെ ഡബിൾ കിലോമീറ്റർ നമ്മൾ ഓടി വന്നുകൊണ്ട് ഇതൊക്കെ ഒരു നിസ്സാരം. നമ്മളിവിടെ സിഗ്നലായി. സിഗ്നലിൽ വണ്ടി സൈഡാക്കി. മെയിൻ കേസ് പവർ ബാങ്ക് കംപ്ലൈൻറ്റ്. പവർ ബാങ്ക് ഇന്നാളെടുത്ത് നോക്കിയപ്പോൾ പവർ ബാങ്ക് വർക്ക് ആവണില്ല. അപ്പം അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ. നമ്മളിവിടെ സിഗ്നലിൽ നിൽക്കുകയാണ്. സിഗ്നലിൽ നിർത്താതെ പോകുന്ന 2 പേര്. കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലമേൽ കഴിഞ്ഞ്. അപ്പം ഇവിടുത്തെ വർഷമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ല തിരക്കാണ്. ട്രാഫിക് നല്ല തിരക്കാണ്. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ, ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം സ്പീഡിലായത്. കാരണം ഫുള്ള് റോഡ് ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി വെക്കണം, ഓവർടേക്ക് ചെയ്ത് കയറാനൊന്നും പറ്റില്ല. നല്ല 2 സൈഡിൽ നല്ല റഷാണ്.
നമ്മൾ KSRTC ബസ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ വളവ് തിരിവുണ്ട്, അത് നമ്മൾ സേഫ്റ്റി നോക്കണം. ഞാൻ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്നേ രാവിലെ അല്ലെങ്കിൽ നൈറ്റ് ഓടിക്കും വളരെ സൂക്ഷിക്കണം. അത്രയേ ഉള്ളൂ. ഉറക്കം വരാനായിട്ട് ടക്കനെ വണ്ടി ഒതുക്കി ഒന്ന് ഉറങ്ങി ഫ്രഷായിട്ട് വേണം. ഒരു മണിക്കൂറൊന്ന് നമ്മളൊന്ന് ഹാൾട്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ എത്തുന്നിടത്ത് 1 മണിക്കൂർ ലേറ്റാവുന്നേ ഉള്ളൂ. അതൊരു വിഷയമുള്ള കേസല്ല. നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ അവനെ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. നല്ല ക്ഷീണം വരുന്നുണ്ടെങ്കിൽ നൈസായിട്ട് സൈഡാക്കി വണ്ടി ഒതുക്കുക. കടവരാന്ത നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ ജീവിതമാണ്. കയറി കിടന്ന് ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ കിടന്നാലും ഉറങ്ങും. അതൊരു കേസാണ്. നല്ല ബ്ലോക്ക് ഗൈസ്. ഞാനൊക്കെ നൈറ്റാണ് കൂടുതൽ ഓടിക്കുന്നത് കൂടെയൊക്കെ നൈറ്റും, അല്ലെങ്കിൽ ഒരു 4 മണി 5 മണി ആ ടൈം. 4 മണിക്ക് മുമ്പ് നമ്മളിവിടെയൊക്കെ കവർ ചെയ്യും. കാരണം വെളുപ്പിന് ഒരു 3 മണിക്ക് വണ്ടി എടുത്ത് പണ്ട് എറണാകുളത്തൊക്കെ പോകണം. ഇതുവഴി പോകുമ്പോൾ 3 മണിക്ക് ഇപ്പം ബൈപ്പാസ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ മണ്ഡപങ്ങളുണ്ട്, അവിടെ എല്ലാം കല്യാണം, അങ്ങനെയൊക്കെ മൊത്തത്തിൽ സീനാണ് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് ബ്ലോക്ക്. കുഴപ്പമില്ല, നമ്മൾ എത്തിച്ചേരും. നമ്മൾ 71 കിലോമീറ്റർ കവർ ചെയ്ത് 71 കിലോമീറ്റർ കവർ ചെയ്തെന്ന് പറഞ്ഞൊരു 3-3.5 മണിക്കൂർ എടുത്തു. 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 150 കിലോമീറ്റർ ഓടി അവിടെ എത്തും. കാരണം റോഡിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. 2 സൈഡ് നല്ല ബ്ലോക്കാണ്. നല്ല വെയിലുണ്ട്. വെയിൽ നമുക്കൊരു വിഷയമുള്ള കേസേ അല്ല. നമ്മൾ വെയിൽ കൊണ്ട് ഓടി ഒരു പരുവായ ടീമുകളാണ്. അതുകൊണ്ട് പിന്നെ വെയിലൊന്നൊരു വിഷയമല്ല നമുക്ക്. വെയിൽ കൊണ്ടാലും നമ്മളെ മനസ്സ് മടുക്കൂലല്ലോ. അതാണ്, മനസ്സ് മടുക്കായിരുന്നു. നമ്മളെന്ന് ട്രിപ്പും ഇറങ്ങും. 1 വർഷമായിട്ട് നല്ല ഏകദേശം 1 വർഷമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ 2 ചെറിയ ട്രിപ്പുകളൊക്കെ നടത്തിയതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, നല്ല തിരക്കായി പോയി. പിന്നെ ട്രിപ്പ് കുറവായിരുന്നു വളരെ. ഈ കഴിഞ്ഞ ഇപ്പോൾ 1 വർഷത്തെ കണക്കെടുത്ത വണ്ടി ഓടിയത് ഏകദേശം ഒരു 3000 കിലോമീറ്ററിനകത്ത്. ഒരിക്കൽ എന്താണ് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തത്. വളരെ കുറവാണ് ഓട്ടം. പിന്നെ ബസ്സിലൊക്കെ കുറച്ച് ട്രിപ്പൊക്കെ പോയി. ഇവിടെ പളനിയൊക്കെ പോയി, അതൊക്കെ ബസ്സിലാണ്, ബൈക്കിലൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ബൈക്കിൽ ചെറിയ കുറച്ച് വർക്കും ഉണ്ട്. കുറച്ച് വർക്ക് ചെയ്തു. ചെറിയ ഫോർക്ക് ഓയിൽ ലീക്ക്, അതിപ്പോഴാണ് ഞാൻ കണ്ടത്. അവിടെ ജസ്റ്റ് നിർത്തി വെള്ളം കുടിക്കാൻ നിർത്തിയപ്പോഴാണ് ഇങ്ങനെ ലീക്ക്, ഫോർക്ക് ഓയിൽ. ഈ ട്രിപ്പ് കുഴപ്പമില്ല, ഇത് പോയിട്ട് വന്നിട്ട് അത് മാറണം. പൈപ്പ് എന്തോ കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത്, അത് മാറണം. സീലുമൊക്കെ എല്ലാം മാറണം. വണ്ടി ഇങ്ങനെ കണ്ടാക്കിയിട്ട് ഓടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കഴിവില്ല, ചിലപ്പോൾ വൃത്തിയാക്കൂല. പക്ഷേ വണ്ടിയുടെ പണിയല്ല ഞാൻ പക്കയാണ്. എനിക്ക് വണ്ടി പണി ചെയ്യാതെ ഓടിക്കുന്നത് അതൊരു കാരണം നമുക്ക് സ്വന്തമായിട്ട് വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്നേഹിക്കാനും ഇങ്ങനെയൊക്കെ ഓടിക്കാനും ഈ വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതിൻ്റെ വണ്ടി ഇങ്ങനെ കണ്ടമാക്കിയിട്ട് ഓടിക്കാൻ ഇഷ്ടമല്ല. ഓയിൽ ലീക്ക് കണ്ടത് ഞാൻ ഇപ്പോഴാണ്. അത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ പണിതിട്ടേ വരുള്ളൂ. അത് കുഴപ്പമില്ല, ഓടി വരും, വിഷയങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇനി കുറച്ച് ട്രിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, നമ്മളെ ട്രിപ്പുകളൊന്നും പ്ലാൻ ചെയ്തതല്ല. രാത്രി 12 മണിക്ക് ഓർമ്മിക്കും, ചിന്തിക്കും, മനസ്സിൽ വരും. ചിലപ്പോൾ അപ്പം തന്നെ ഇറങ്ങും, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളെല്ലാ ട്രിപ്പും, മെയിൻ ട്രിപ്പുകളെല്ലാം അങ്ങനെ തന്നെ പോയിട്ടുള്ളത്. പക്ഷേ ആ ട്രിപ്പുകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ തന്ന ട്രിപ്പുകളാണ് എല്ലാം. എൻ്റെ ഓരോ ട്രിപ്പിലും എന്തെങ്കിലുമൊക്കെ ഓരോ ട്വിസ്റ്റ്. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സീറ്റും ജസ്റ്റ് ഒന്ന് അടിക്കണം. സീറ്റിൻ്റെ പുറത്തിട്ടിരുന്ന കല്ല് ഏകദേശം കട്ടയും പുടവും മടങ്ങി. അപ്പോൾ അതും പുതിയൊരു സീറ്റ്, നല്ല കുഷൻ ഒരു സീറ്റൊക്കെ അടിക്കണം. അത് സെറ്റാക്കണം വണ്ടി. പുതിയ വണ്ടി എടുക്കാൻ പ്ലാനുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ ഇല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നോക്കണുള്ളൂ. പുതിയ കുറച്ച് വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വന്നോട്ടെ, പുതിയ കമ്പനികളൊക്കെ ലോഞ്ച് ആവട്ടെ. അപ്പോൾ നമുക്ക് അതിലൊന്ന് വാല്യൂ ഫോർ മണി വണ്ടി എടുക്കണം. എനിക്കങ്ങനെയാണ്. എനിക്ക് മൈലേജ് വേണം, അത്യാവശ്യം സഡൻ പിക്കപ്പും പവറും വേണം. നമുക്ക് ഭയങ്കര ഭീകരത ഉള്ള പവറൊന്നും എനിക്ക് വേണ്ട. നമ്മൾ കേരളവും തമിഴ്നാടും ഒക്കെ ഓടണയാണ്. ഒരു 80-85 ആ റേഞ്ച് കീപ്പ് ചെയ്ത് പോകുമ്പോൾ വേറെ ആലിഗേഷൻസ്, വൈബ്രേഷൻസ്. പക്ഷേ ഈ പൾസർ 220 എനിക്ക് ഓക്കെ ആയിരുന്നു, നല്ല വണ്ടിയാണ്. ഇപ്പോഴും എനിക്ക് 45-50 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 40 പുറത്ത് മൈലേജ് ഉറപ്പായിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട് വണ്ടി.
പിന്നെ മെയിൻ്റെനൻസ് അങ്ങനെയൊന്നുമില്ല. സ്പെയറിനൊക്കെ ബജാജിൻ്റെ സാധനമായിട്ട് ഭയങ്കര വിലക്കുറവാണ്. ചെയിൻ പോക്കറ്റ് വന്നിട്ട് 1000 ചില്ലറ, അല്ല 2000 രൂപ, 2500 അതിൻ്റെ അകത്തേ ഉള്ളൂ. പിന്നെ ടയർ വന്നിട്ട് എൻ്റെ ബാക്ക് ടയർ ഒരിക്കൽ മാറാൻ പോയപ്പോൾ ഒരു ഡ്യൂക്കിൻ്റെ ടയർ മാറാൻ ഒരു പയ്യൻ വന്നിരിക്കുന്നത്. ആ ടയറിന് തന്നെ 5000 രൂപ വില അവിടെ പറയണായിട്ട്. അപ്പോൾ തന്നെ എൻ്റെ 2500 രൂപയ്ക്ക് ടയർ മാറി ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര ഇരട്ടി വില. വണ്ടി നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി നോക്കണം. പിന്നെ കംഫർട്ട് നോക്കണം. കംഫർട്ടും കുഴപ്പമില്ല, നമ്മളാ വിലയ്ക്കുള്ള കംഫർട്ടൊക്കെ വണ്ടി തരുന്നുണ്ട്. നൈസാണ്, പവറും കുഴപ്പമില്ല. പിന്നെ ഈ സീരീസ് ഇറങ്ങിയ സമയത്ത് പവർഫുൾ വണ്ടിയാണ്, പവർഫുൾ ഇന്ത്യനാണ്, അത് വേറെ കേസാണ്. പക്ഷെ ഇപ്പോഴ് വേറെ വണ്ടികൾ ഒരുപാട് വന്നു. എന്നാലും എനിക്ക് വലിയ ഒന്നിന് പവർ ഉണ്ടെങ്കിൽ മൈലേജ് കാണൂല, പിന്നെ മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും, പിന്നെ സ്പെയറിന് റാറ്റ് കൂടുതലായിരിക്കും. കാരണം വണ്ടി ഓർന്ന സാധനമാണ്. മെയിൻ്റെനൻസും കൂടെ നമ്മൾ നോക്കിയാണ് വണ്ടി എടുക്കുക. അത് ഏത് വണ്ടി എടുക്കാൻ എൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, നമ്മൾ മെയിൻ്റെനൻസാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ വണ്ടി ചാടി പിടിച്ചെടുത്തിട്ട് കാര്യമില്ല. ഒരു വണ്ടി നമുക്ക് ഓടിച്ച് കൊണ്ട് നടക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ സ്പെയറിൻ്റെ ലഭ്യത, അതെല്ലാം നോക്കിയിട്ടേ ഞാൻ വണ്ടി എടുക്കാറുള്ളൂ. വണ്ടിയല്ല, എല്ലാ സാധനവും അങ്ങനെയാണ് നമ്മൾ നോക്കണം. എല്ലാ പ്രൊഡക്റ്റ് നമ്മളൊന്ന് നോക്കി ഫുൾ ഡീറ്റെയിൽ ഒന്ന് പഠിച്ചിട്ടെടുക്കണം, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിഭീകരത പഠനം നടത്താൻ പാടില്ല. കുറച്ച് വണ്ടി ആയാലും എന്തായാലും മെയിൻ്റെനൻസും അതിൻ്റെ കോസ്റ്റ്, നമുക്ക് എത്ര വർഷം കൊണ്ടത് മുതലാക്കിയെടുക്കാം എന്തെന്ന് പറഞ്ഞിവിടെ ഞാൻ അങ്ങനെയാണ് ഫുള്ള് നോക്കിയേ നമ്മൾ ചെയ്യാറുള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മളിതിൽ ചാടിപ്പിടിച്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പം അടൂരെത്തി. അപ്പം നമ്മളങ്ങനെ പോവുകയാണ് മുന്നോട്ട്. ഒരു കണ്ടെയ്നർ പോവുകയാണ് ഫ്രണ്ടിലൊന്ന്. അപ്പം ആംബുലൻസൊക്കെ വരുന്നുണ്ട്. ആംബുലൻസൊക്കെ പോയതിൽ സ്ഥലവും കുറവാണ്. സെൻറ്റ് മേരീസ് ഓയിൽ ടാങ്കർ, ഓയിൽ കാർപ്പറേറ്റ് സിറ്റി 22,000 ലിറ്റർ. എന്തായത് വണ്ടിയാണെന്നത് വാശി. സൂക്ഷിച്ചു പോവുകയാണ് കേട്ടോ ഗൈസ്. നമ്മളതിൻ്റെ കൂടെ ടാറസ്. ഇനി കുറച്ച് വർക്കും കൂടെ ചെയ്ത് ഈ വണ്ടി പൊളിയായിട്ട് ഉപയോഗിക്കാം. കുറച്ച് പണി കൊണ്ട്, കുറച്ച് പണിയാണ്. ഇത്രയും കിലോമീറ്റർ ഓടിയില്ലേ വണ്ടി, എൻ്റെ കൂടെ ഇത്രയും വർഷം ഉണ്ടായിരുന്നില്ലേ, എല്ലായിടത്തും പോണത് കൊണ്ടുപോകും. അങ്ങനെ തീരെ പൊളിച്ചോടിക്കില്ല. ഒരു മൈലേജ് കിട്ടാൻ കണക്ക് നമ്മൾ വണ്ടി നോക്കിയാൽ ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഏത് വണ്ടി ആയാലും അങ്ങനെ തന്നെ 85-90 പോവും. അപ്പം പക്ഷേ വണ്ടി ഞാൻ എടുത്ത് ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ പോണ സ്വഭാവമൊന്നും എനിക്കില്ല. അതൊക്കെ കൈ കൊടുത്ത് കയറേയുള്ളൂ. വണ്ടി പോലും അറിയരുത് നമ്മൾ അത്ര സ്പീഡിൽ പോകണം. അപ്പം അങ്ങനെയാണ്. അപ്പം ഒരു നൈസ് ട്രാവലർ 20 സീറ്റാണ്. അപ്പം ഓൺ ഡ്യൂട്ടി NH66. നമ്മൾ അടിച്ച് പൊളിച്ച് ഓടിക്കുകയാണ്. അപ്പം അത്യാവശ്യം സ്പീഡായെന്ന് പറഞ്ഞാൽ ഒരു നല്ല അലച്ചിൽ പറഞ്ഞു. കാരണം നമ്മൾ ഈ നൈറ്റൊക്കെ ഓടിച്ച് നൈറ്റൊന്നും വണ്ടി കാണൂല, നല്ല പൊളിച്ച് ഓടിച്ച് ഒരു രസമില്ലായ്മ, ഒരു രസം തോന്നണില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ. നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഒരു ചെറിയ സോഡ നാരങ്ങ ഉള്ളോട്ട് അടിക്കാം. ഈ സൈഡിൽ ഏതെങ്കിലും കട ഉണ്ടോ നോക്കാം. അപ്പുറ സൈഡിൽ കടമുണ്ട്. ഇവിടെ കരിക്കാണെന്ന്, കരിക്ക് വേണ്ട. ഈ കരിക്കൊന്നും സുഖമില്ല. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ കരിക്കാണ്. സാധാ പച്ചവെള്ളം തന്നെ പോരെ ഇരിക്കും ഇത് കുടിച്ച് കഴിഞ്ഞാൽ. നമുക്ക് ഈ സൈഡിൽ ഏതെങ്കിലും ഒരു സോഡ നാരങ്ങയുള്ളോ, സർബത്ത് കടയോ, മോരോ, അല്ലെങ്കിൽ ഒരു മോര് പിടിച്ചാലോ ഒരു മടിപ്പ് തോന്നുന്നു, ഒരു മന്ദത തോന്നുന്നു വണ്ടി ഓട്ടിക്കുമ്പോൾ.
ഫ്രൂട്ട്സ് കട. നേരത്തെ ഉണ്ടായിരുന്നു കട, ഇപ്പം കണ്ടില്ല. നന്മേരെ പമ്പാണ്. നന്മ അല്ല, നന്മ അല്ല, നയാഗ്ര. സോറി, പേര് പറഞ്ഞത് തെറ്റിപ്പോയി. നയാഗ്രയുടെ പമ്പാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ഹൈവേയിൽ MC റോഡിൽ ഇപ്പോഴാണ് ഒത്തിരി ബ്ലോക്ക് ഒന്ന് ഒതുങ്ങിയത്. എന്നാലും നമ്മളകത്ത് കുറച്ച് പതുക്കെ ആയതുകൊണ്ടാണ് നേരത്തെ പോയവരെല്ലാം ഇങ്ങനെ ക്യൂ പിടിച്ച് തന്നെ പോകുന്നത്. കാരണം വണ്ടി വരണുണ്ട്, ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് അങ്ങ് ഇടുങ്ങി പോകണം നമ്മൾ കയറി. ഇനി ഏകദേശം കൊട്ടാരക്കര ഇപ്പോൾ എത്തും. കൊട്ടാരക്കര പിന്നെ അവിടെ നിന്ന് വലിയ ദൂരം ഇല്ല, 150 ഇപ്പോൾ 80 കിലോമീറ്റർ കഴിഞ്ഞു. നമ്മളിങ്ങനെ നമ്മൾ ചുമ്മാ റിസ്ക് എടുത്ത് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സമയമുണ്ട്. 242 കൊട്ടാരക്കര ടെമ്പിൾ. കൊട്ടാരക്കര ബോർഡ് വെച്ച് നമ്മളങ്ങനെ ചുമ്മാ അലച്ചോടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പതുക്കെ എത്തിയാൽ മതി. പിന്നെ ഇങ്ങനെ ഇട്ട് ഉരുട്ടുമ്പോൾ ഒരു മന്ദത നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഹൈവേ ഇങ്ങനെ ഓടിച്ച് നമ്മളിങ്ങനെ നൈറ്റല്ലേ ഓടണം. അപ്പോൾ നൈറ്റ് കൂടുതൽ ഓടുമ്പോൾ നമ്മൾ കിലോമീറ്റർ പെട്ടെന്ന് കവറാകും. 150 കിലോമീറ്ററൊക്കെ തന്നെ 2-2.25 മണിക്കൂർ കൊണ്ട് നമ്മൾ കവർ ചെയ്ത്. ഒരു കട കഴിഞ്ഞാൽ ചായയാണ് പോകുന്നത്. നമ്മളിങ്ങനെ ഓടിച്ച് റണ്ണിങ്ങിലേക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നും, കുടിക്കാൻ നിർത്താൻ തോന്നൂല. അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. ഒരു ലഹരി എന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. നമുക്ക് ലഹരി ഈ വണ്ടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ഒന്നുമില്ല, വേറെ അഡിഷനൊന്നുമില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ് നമുക്കൊരു ലഹരി. അതാണ് നമ്മൾ അഡിഷൻ. അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്വയമേ മാറ്റാമെന്ന് വിചാരിച്ചാൽ അത് മാറൂല. അത് വേറെ ലഹരി പോലെ അല്ല, ഇതൊരു വേറൊരു അഡിഷനാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ ഭയങ്കര ലഹരിക്ക് അടിമയാണ്. അപ്പോൾ അതേപോലെയല്ല നമ്മൾ ഇതൊരു വേറെ മൈൻഡാണ്. പിന്നെ ഇത് എന്തെന്ന് പറയാൻ, ഇതിന് വാക്കുകളില്ല പറയാൻ, അത്രേ ഉള്ളൂ. ഇപ്പം ഏകദേശം നമ്മൾ വണ്ടി പറഞ്ഞോണ്ട് 800 അല്ല, ബ്രിസ അർബാനിയ പറഞ്ഞു. ടിപ്പർ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞോണ്ടോ, നല്ല ലുക്കുണ്ട് വണ്ടി കാണാൻ. വണ്ടിയൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ അടിപൊളി പൊളി ലുക്കാണ്. നമ്മളെ KSRTC ഈ ചേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫേസ് നമ്മളെ KSRTCയുടെ ഇത് പഴയ ഫേസാണ്. ഇപ്പോഴത്തെ പക്ഷേ പ്രകാശിൻ്റെ ബോഡി സൂപ്പർ ഫാസ്റ്റ് അതൊരുപാട് താന്നിരിക്കണം. പക്ഷേ ഇത് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ലൊരു തലയെടുപ്പുണ്ട് ബോഡി കാണാൻ, നല്ല കിടില ലുക്കാണ് വണ്ടി. ഇവിടെ പണ്ട് KSRTCക്കാർ കെട്ടിയ ബോഡിയാണ്, അതിപ്പോഴും ഉപയോഗിക്കുകയാണ് ഇത്രയും വർഷമായിട്ട്. ഏകദേശം 5 വർഷത്തിന് പുറത്തായി കാണും. 5 വർഷത്തിനകം 5 അല്ല 10 വർഷം അടുപ്പിച്ചായി കാണും. ഇത് അത്ര പഴക്കമുള്ള ബോഡിയാണ്, പക്ഷെ എന്നാലും ആ ലുക്ക് നല്ല ലുക്കുണ്ട്. അപ്പം നമ്മളിപ്പോൾ ടൊവിനോ ഒരു വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ച് 2 കട മിസ്സായി. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയാണ്, നിർത്താൻ ചിലയിടത്ത് തോന്നൂല. അപ്പുറത്തൊന്ന് കുടിക്കാം ഇങ്ങനെയാണ് കിലോമീറ്ററുകൾ നമ്മളങ്ങ് താണ്ടിക്കൊണ്ടിരിക്കും. ഇപ്പുറത്തൊരു കട കാണുമ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കുടിക്കാം, അപ്പുറത്തെ കട കാണുമ്പോൾ അടുത്ത കടയിൽ നിന്ന് കുടിക്കാം. ഇങ്ങനെ കടകൾ ഒരുപാട് പോകും. കാരണം വണ്ടി ഓടിച്ച് ഹരം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നൂല. മനസ്സ് പറയും ഒരു വെള്ളം കുടിച്ചിട്ട് പോകണമെന്ന്, പക്ഷേ നമ്മളെ മനസ്സ് തന്നെ സമ്മതിക്കൂല. ബോഡി പറയും ഒരു വെള്ളം കുടിച്ചിട്ട് പോകണമെന്ന്, പക്ഷെ മനസ്സ് സമ്മതിക്കൂല. അതാണ് മെയിൻ വിഷയം. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കടമുണ്ട്, ചിലപ്പോൾ ഇവിടെ വെള്ളം കാണൂല ഗൈസ്. ഹോട്ടലാണ് ഗൈസ്. ആണ് ഗൈസ്, അത് ഹോട്ടലാണ്. ഒരു വെള്ളം കുടിക്കാൻ നോക്കാം. അവിടെ ഇതടിക്കാം, ഇതടിക്കാം. നമുക്ക് കരിമ്പ് ജ്യൂസ് അടിക്കാം. കരിമ്പ് ബൈ, ഒരു കരിമ്പ് ജ്യൂസ്. ബായിമാരി കരിമ്പ് ജ്യൂസ് അടിക്കുകയാണ്. യെസ്,
ഹലോ ഗൈസ്, നമ്മളിപ്പം കൊട്ടാരക്കരയാണ്. നമ്മളവിടുന്ന് 93.8 കിലോമീറ്റർ കൊട്ടാരക്കരയ്ക്ക്. അപ്പം നമ്മൾ ഇനി കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ സ്ട്രെയിറ്റ് ആണ്. ഇവിടെ സിഗ്നലാണ് 24 മില്ലി-സെക്കൻഡ്. നല്ല കട്ട ബ്ലോക്കാണ് ഇവിടെ. കട്ട ബ്ലോക്കല്ല, സിഗ്നൽ ട്രാഫിക്കാണ്. കുഴപ്പമില്ല. ആ വണ്ടി മൊമെൻ്റായി. ആംബുലൻസ് എന്തോ പുറത്തുനിന്ന് വരുന്നുണ്ട്. സിഗ്നലിൻ്റെ ഒരു വെയിറ്റിംഗ് ഉള്ളു, വേറെ കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ബാക്കിൽ നിന്നൊരു ഇൻ്റർസെപ്റ്റർ റൈഡറാണെന്ന് തോന്നുന്നു. ഇൻ്റർസെപ്റ്റർ അല്ല, അക്കൗണ്ടിന് തീറ്റിയ. കഫേ റൈസർ, കഫേ റൈസർ സീറോൺ വണ്ടിയാണ്. പോലീസ് ഇരിക്കുന്നുണ്ട്, ഞാനും കണ്ടില്ല. ഇത് നൈസ് വണ്ടിയാണ്, ട്വിൻ സിലിണ്ടർ. മെയിൻ്റെനൻസ് കൂടുതലാണ്. ട്രാവൽസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി കുഴപ്പമില്ല, നൈസായിട്ട് എത്തും. ഇനി ഒരു 50 കിലോമീറ്ററും കൂടെ, പക്ഷേ ഒരു 1.5, ഈ കണ്ടീഷനാണെങ്കിൽ 2 മണിക്കൂർ. ഇപ്പോൾ ടൈം എത്ര ആയെന്നൊരു പിടുത്തമില്ല. ഇങ്ങനെ ആയാലും ഒരു 12 മണി കഴിഞ്ഞാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു ഇത് കുടിച്ച ടൈമേ ഉള്ളൂ. നമ്മളാ ഒരു കരിമ്പ് ജ്യൂസ് 30 രൂപ വാങ്ങിച്ച്, വലിയ സുഖമില്ല കരിമ്പ് ജ്യൂസ്. നമ്മളോ ഇങ്ങനെ വണ്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നണത്. എന്ത് പറ്റി? അവിടെ ഒരു ടിഗോർ അങ്ങനെ നിർത്തിയിരിക്കുന്നു. ടിഗോർ അല്ല, അൾട്രോസ്. ഇതെന്തിങ്ങനെ റോഡിൽ നിർത്തിയിരിക്കണേ വണ്ടി? കല്യാണം ഗൈസ്, കല്യാണത്തിന് ആളിനിറക്കാൻ നിർത്തിയിരിക്കുന്നതാണ്. നമ്മളവിടെ ഉള്ള ട്രാവലറാണ്, താജ് മുഖാർ നെയ്യാറ്റിൻകര വണ്ടി KL20T. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഇൻ്റർസെപ്റ്റർ അല്ല, കഫേ റൈസ്.
അത്രയും ഭയങ്കര സ്പീഡിലൊന്നുമല്ല പോണത്, ഒരു നോർമൽ സ്പീഡിൽ. അടുത്തൊരു പമ്പ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ജിയോര പമ്പ് നൈസാണ് കാണാൻ, കളർ അടിപൊളി പച്ച. നമ്മളേകദേശം അങ്ങനെ മുന്നോട്ട് പോകണം. ഓക്കെ, നമുക്കിനി ഏകദേശം പള്ളിയട എത്തിയിട്ട് കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ കാരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്തിന് ചെങ്ങന്നൂരാണ്. അവിടെ നിന്ന് അടുത്ത് തിരുവല്ല എടത്തുവ. അപ്പം ഇവിടെ ജസ്റ്റ് എത്തിയപ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് നല്ലൊരു നൈസ് സ്പോട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ചാർജിങ് സ്റ്റേഷനാണ്. ഇവിടെയാണെങ്കിൽ വണ്ടി ഇങ്ങനെ നൈസായിട്ട് പാർക്ക് ചെയ്യാം. ഫാനുണ്ട് ഗൈസ്, ഇവിടെ ഇരിക്കാൻ ചെയറുണ്ട്. ഫോണല്ല ക്യാമറ ഏകദേശം 40 അടുപ്പിച്ച് ചാർജ് ഉള്ളൂ. അപ്പോൾ അത് ഫുള്ളാക്കാമെന്ന് വിചാരിച്ച്, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരു ചാർജിങ് വണ്ടിയൊക്കെ നമ്മൾ EV വണ്ടി ചാർജ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. തൊട്ടപ്പുറത്ത് കടമുണ്ട്. ഇന്നാണ്ട് കടകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക. നല്ല കിടിലൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടി വരെയാണെങ്കിൽ പണി കിട്ടും ഗൈസ്. ഫാനൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യാൻ പറഞ്ഞവർക്ക് റെസ്റ്റ് ചെയ്യാനും അതിന് വേണ്ടിയാണ്. പിന്നെ ചെറിയ ടോയ്ലറ്റും കൂടെ ഇവിടെ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരിക്കുമായിരുന്നു. സെറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കും. ഒന്നും കഴിച്ചൊന്നുമില്ല, പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം. ഏകദേശം 2 മണിയാവാറായി, ഒന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഹൈവേ ഇങ്ങനെ ആംബുലൻസ് പോകുന്നുണ്ട്, വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ചാർജ് ചെയ്യാം. ഫോണിൽ ചാർജ് ഉണ്ട്, ക്യാമറ അതുകൊണ്ട് GoPro ചാർജ് തീർന്നു ഏകദേശം. അപ്പോൾ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈസാണ്. നമ്മൾ വണ്ടിക്കും കുറച്ച് നേരം റെസ്റ്റ്, നമ്മൾ ആ ജാക്കറ്റൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കിടക്കുകയും ചെയ്യാം. ഇങ്ങനെ നൈസായിട്ട് സെറ്റ് നൈസായിട്ട് കിടക്കാം കേട്ടോ. ഇനി ഇവിടെ വരാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം നൈസായിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി പള്ളിയിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഇടത്തും എത്തിയിട്ട് കാണാം. ബൈ. നമ്മൾ എടത്തോ റൂട്ട് കയറിയിട്ടുണ്ട്. തിരുവല്ല വന്ന് തിരിഞ്ഞ് എടത്തോയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 13 കിലോമീറ്റർ, ഒരു അരമണിക്കൂർ എടുക്കും. കാരണം ഇവിടെ അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല, ഇവിടെയും വണ്ടി തിരക്കാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസ് റൂട്ട്, നല്ല ടൂറിസ്റ്റ് ബസ്സെല്ലാം ഇങ്ങനെ അടുക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേളത്തിൻ്റെ ഇവിടെ ഇവർക്ക് ഇതുണ്ട് മേളത്തിൻ്റെ. നമ്മൾ നേരെ വിട്ട് പോവുകയാണ്. അല്ല, പതുക്കെ നൈസായിട്ടേ പോകുന്നുള്ളൂ. 40-ൻ്റെ അപ്പുറത്ത് വണ്ടി ഓടിക്കുന്നേ ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് ചെറിയ കടയിലൊന്നും വല്ല ഫുഡ് അടിക്കണം. ഒരു ഊണ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ എന്തെങ്കിലും ഫുഡ് കിട്ടും. നമ്മളെ യാത്രയിലെല്ലാം തിരഞ്ഞെടുക്കണം ചെറിയ ലോ ബഡ്ജറ്റ് ഫുഡ്. അതുകൊണ്ട് ഒരു പണിയും നമുക്ക് ഇതുവരെയായിട്ട് ഫുഡ് വരായിട്ട് കിട്ടിയിട്ടില്ല. ചെറിയ മാക്സിമം വെജിറ്റേറിയനാണ്. കാരണം ട്രിപ്പിന് വെജിറ്റേറിയനാണ് നല്ലത്. കാരണം എന്താണ്, നമുക്ക് നോൺ വെജ് അടിച്ചാൽ അതൊരു ടിപ്പാണ്. ട്രിപ്പിന് പോകുമ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. ഞാൻ വെജിറ്റേറിയൻ തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ പൊതുവേ വെജിറ്റേറിയൻ ആണ് 100%. പിന്നെ ഗതി കെട്ടാൻ മാത്രം. അപ്പോൾ ശരി, നമ്മൾ അങ്ങോട്ട് പോകണം. ഇവിടെ നല്ല വണ്ടി തിരക്കുണ്ട് കണ്ടോ. അന്നേരം ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയപ്പോൾ നല്ല തിരക്കാണ് ഗൈസ്. നമുക്കൊരു 2-3 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്യണം. തിരിച്ചുടനെ വണ്ടി എടുക്കണം. അതാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഓക്കെ, നമ്മൾ പോവുകയാണ് മുന്നോട്ട്. അവസാനം നമ്മൾ എടത്വ പള്ളിയിലെത്തി. അവിടെ ചെന്ന് നേർച്ചയൊക്കെ നടത്തി. പിന്നെ പള്ളിയിൽ കയറി കുറേ നേരം ഇരുന്ന് ഏകദേശം 1.5 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ തിരിച്ച് റിട്ടേൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു.